ഇനി കഷ്ണങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ അതിനായി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ്, ഇടത്തരം 2 തക്കാളി കഷ്ണങ്ങളാക്കിയത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം വാളംപുളി, 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിന് വേവിക്കാൻ വെക്കാം. വിസിലെല്ലാം വന്ന് എയർ മുഴുവനായും പോയതിനു ശേഷം കുക്കർ തുറന്ന് ഒരു തവി വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് കൂടെ ചെറു തീയിലിട്ടൊന്ന് തിളപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 8-10 ചെറിയുള്ളി, കുറച്ച് വറ്റൽമുളക്. ഇനി ഇതെല്ലാം എണ്ണയിലിട്ട് ഇളക്കി മൂപ്പിച്ച് ഉള്ളിയൊക്കെ മൂത്ത് വരുന്നതാ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് താളിച്ചൊഴിച്ച് ഇനി കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി സാമ്പാർ റെഡി. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.